കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ കണ്ടു. ഒരു സ്ത്രീയുടെ സെൽഫ് കെയർ വീഡിയോ ആണ് അതിൽ കാണിക്കുന്നത്. സംഭവം വളരെ എക്സ്പെൻസീവ് ആയ സെൽഫ് കെയർ ആണ്. മുഖത്തൊരു 10-13 ലെയർ ക്രീമുകളൊക്കെ ഒന്നിന് പുറകെ ഒന്നായി ഇടുന്നുണ്ട്. ഹാൻഡ് കെയർ എന്ന് പറഞ്ഞ് കയ്യിലും ഇടുന്നുണ്ട് ഒരു 10-13 ലെയർ ക്രീമുകൾ, ഒപ്പം വാക്സും ഇടുന്നുണ്ട്. പക്ഷെ തമാശ അതൊന്നുമല്ല. ഫേസ് വാഷ് അവർ കയ്യിലേക്ക് എടുത്ത് പതിപ്പിച്ച് മുഖത്ത് അപ്ലൈ ചെയ്യുകയല്ല ചെയ്യുന്നത്. മറിച്ച് ഒരു ചെറിയ ബോട്ടിലിലേക്ക് കുറച്ച് ഫേസ് വാഷ് ഇടും. എന്നിട്ട് അതിന് മുകളിലുള്ള ഒരു ഹാൻഡിൽ പിടിച്ച് കുലുക്കും. അപ്പോൾ ഫേസ് വാഷ് പതയായി അതിനുള്ളിൽ നിറയും. എന്നിട്ട് അതെടുത്ത് മുഖത്ത് അപ്ലൈ ചെയ്യും. ഇതെന്തിനാണ് ഇപ്പൊ ഇങ്ങനെ ചെയ്യുന്നത്? നേരിട്ടങ്ങ് പതിപ്പിച്ചാൽ പോരെ എന്ന് ആർക്ക് കണ്ടാലും തോന്നേണ്ടതാണ്. എന്നാൽ അതിലൊരു ത്രില്ലില്ല. സെൽഫ് കെയർ ആകുമ്പോൾ ഇങ്ങനെ ഒരു കാര്യവുമില്ലാത്ത ചില ഉപകരണങ്ങളൊക്കെ പ്രേക്ഷകരെ കാണിച്ച് ഇതൊക്കെ ഉണ്ടെങ്കിൽ സെൽഫ് കെയറും സ്കിൻ കെയറും ഒക്കെ വിചാരിച്ച പോലെ നടക്കൂ എന്ന് കാണിക്കുന്നത് ഇപ്പോഴത്തെ ഒരു രീതിയാണ്. ഇത് കണ്ട് എനിക്കും വേണം ഇതുപോലൊന്ന് എന്ന് കാണുന്നവർക്ക് തോന്നണം. സോഷ്യൽ മീഡിയ എങ്ങനെയാണ് ആളുകളെ കൊണ്ട് അവർക്ക് ഒട്ടും വേണ്ടാത്ത സാധനങ്ങൾ കൂടി വാങ്ങി കൂട്ടിപ്പിക്കുന്നത് എന്ന് കാണിക്കുന്ന ഒരു വീഡിയോയിലാണ് ഞാൻ ഈ ഒരു ഭാഗം കണ്ടത്. ഇതൊരു ഫോറിൻ ചാനലാണ്. അപ്പോൾ ഞാൻ ഓർത്തു, വിദേശത്തെ സോഷ്യൽ മീഡിയ കാരണം ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടെങ്കിൽ തീർച്ചയായും അത് നമ്മുടെ നാട്ടിലും ഒന്നുകിൽ എത്തിയിട്ടുണ്ടാകണം, അല്ലെങ്കിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് സോഷ്യൽ മീഡിയയിലെ പല ബ്യൂട്ടി വ്ളോഗ് ചാനലുകളും ഓരോ കട പോലെയാണ് പ്രവർത്തിക്കുന്നത്. ആ കടകളിൽ അവർ മാക്സിമം പ്രോഡക്റ്റുകൾ പ്രദർശിപ്പിച്ചുകൊണ്ടിരിക്കും. അത് കണ്ട് വേണ്ടതും വേണ്ടാത്തതും വാങ്ങിക്കൂട്ടുന്നവരും ഉണ്ടാകാം. നമുക്ക് എന്താണ് വേണ്ടത് എന്ന് മനസ്സിലാക്കാൻ കഴിയാതെ ആകെ അമ്പരന്ന് നിൽക്കുന്നവരാണ് ഏറെയും. ഫിയർ ഓഫ് മിസ്സിംഗ് ഔട്ട് ഇക്കാര്യത്തിലും കാണാൻ കഴിയും. സ്ത്രീകളാണ് ഇത്തരം സോഷ്യൽ മീഡിയ കടകളുടെ മെയിൻ ടാർഗറ്റ്. സമൂഹത്തിൽ സൗന്ദര്യത്തിന്റെ കാര്യത്തിൽ കുറച്ചധികം ഇൻസെക്യൂരിറ്റി സ്ത്രീകളുടെ മേൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പുതിയ പുതിയ ഇൻസെക്യൂരിറ്റികൾ, ഇതുവരെ കണ്ടിട്ടും കേട്ടിട്ടുമില്ലാത്ത പ്രശ്നങ്ങൾ, ഇതൊക്കെ സോഷ്യൽ മീഡിയ കടക്കാർ സ്ത്രീകളുടെ മുമ്പിലേക്ക് പുതുതായി ഇട്ടുകൊടുത്തതിനു ശേഷം അതിനുള്ള സൊല്യൂഷൻ എന്ന നിലയ്ക്ക് പുതിയ പുതിയ പ്രോഡക്ട്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലുള്ള വിയേർഡ് കണ്ടുപിടുത്തങ്ങളും അതിൽപ്പെടും. അതേ വീഡിയോയിൽ ഞാൻ കണ്ട വേറൊന്നുണ്ട്. സ്ത്രീകൾക്ക് പീരിയഡ് ആകുമ്പോൾ കുളിക്കാനുള്ള യൂസ്ഡ് പീരിയഡ് പാഡിന്റെ രൂപത്തിലുള്ള സോപ്പാണത്. ഇത്രയ്ക്ക് എക്സ്ട്രീമായി എത്തിയിട്ടില്ലെങ്കിലും നമ്മുടെ നാട്ടിലും ഇൻഫ്ലുവൻസേഴ്സ് സ്ത്രീകളെ ലക്ഷ്യം വെച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിലൂടെ ഓവറായി പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യിപ്പിച്ചു തുടങ്ങിയിട്ടുണ്ട്. കാണുമ്പോൾ കൊള്ളാമല്ലോ എന്ന് തോന്നി വാങ്ങിച്ച് പിന്നീട് ഒരിക്കലും ഉപയോഗിക്കാതെ വീട്ടിൽ കിടക്കുന്ന വസ്തുക്കൾ നിങ്ങളുടെ വീട്ടിലുമുണ്ടോ? ഫുഡ് ഓർഗനൈസേഴ്സ് വാങ്ങിക്കൂട്ടി ഉപയോഗിക്കാതെ മൂലക്കിട്ടിട്ടുണ്ടോ? ബ്യൂട്ടി വ്ളോഗേഴ്സ് ഓരോ പ്രോഡക്റ്റ് ഓരോ ദിവസം കാണിച്ചിട്ട് ഞാനിത് ഉപയോഗിച്ചിട്ട് നല്ല റിസൾട്ട് കിട്ടി, ധൈര്യമായി വാങ്ങിക്കോ എന്ന് പറയുന്നത് കേട്ട് വാങ്ങി പണി കിട്ടിയിട്ടുണ്ടോ? ഇതിപ്പോ നിങ്ങളുടെ മാത്രം പ്രശ്നമല്ല, മറിച്ച് സോഷ്യൽ മീഡിയയിലൂടെ കൂടിക്കൂടി വരുന്ന ഓവർ കൺസ്യൂമറിസം ഒരു ആഗോള പ്രശ്നമാണ്. ആവശ്യമില്ലാതെ തുണിത്തരങ്ങളൊക്കെ വാങ്ങിയിടുന്നത് നമ്മുടെ പരിസ്ഥിതിയെയും ബാധിക്കുന്നുണ്ട്. മാത്രമല്ല, ഇത്തരം പരസ്യങ്ങൾ പലപ്പോഴും ടീനേജേഴ്സിന്റെ സെൽഫ് എസ്റ്റീമിനെയും ബാധിക്കും. ഫാസ്റ്റ് ഫാഷൻ എന്ന് നിങ്ങൾ കേട്ടിരിക്കും. റാപ്പിഡ് പ്രൊഡക്ഷനും ഡിസ്ട്രിബ്യൂഷനുമാണ് ഫാസ്റ്റ് ഫാഷന്റെ പ്രത്യേകത. പുതിയ പുതിയ ഡിസൈൻ ലാർജ് ക്വാണ്ടിറ്റിയിൽ വരുന്നു. അപ്പോഴത്തെ ട്രെൻഡ് അനുസരിച്ച് നിൽക്കുന്നു. പെട്ടെന്ന് തന്നെ പുതിയ ട്രെൻഡ് വരുന്നു, ഫാഷൻ മാറുന്നു. പലപ്പോഴും ആഴ്ചകൾ കൊണ്ട് തന്നെ ട്രെൻഡ് മാറുന്നു. അപ്പൊ അതെല്ലാം കളയുന്നു, പുതിയത് വരുന്നു. ഈ കളയുന്നത് നമ്മുടെ എൻവയോൺമെന്റിലേക്കാണ് വേസ്റ്റ് ആയി പോകുന്നത്. ഇടയ്ക്കിടയ്ക്ക് ലാർജ് ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കുമ്പോഴുള്ള എൻവയോൺമെന്റൽ ഡാമേജും വാട്ടർ വേസ്റ്റും വളരെ വലുതാണ്. സോഷ്യൽ മീഡിയ കാലത്ത് ഫാസ്റ്റ് ഫാഷൻ ഒരു തരംഗമാണ്, ഒപ്പം ഓവർ കൺസംഷനും. മറ്റൊരു പ്രശ്നം, ചില ഇൻഫ്ലുവൻസേഴ്സ് ചില പ്രോഡക്ട്സ് അവരുടെ വീഡിയോയിൽ വളരെ കാഷ്വലായി ഫ്ലെക്സിംഗ് പോലെ കൊണ്ടുവരാറുണ്ട്. അതൊക്കെ കണ്ട് അതെല്ലാം വാങ്ങിക്കാൻ തോന്നിപ്പിക്കുന്ന രീതിയിലായിരിക്കും അതിന്റെയൊക്കെ അവതരണം. അതൊക്കെ ഒരു സ്റ്റേറ്റസ് സിംബലായി തോന്നിപ്പിക്കുന്നിടത്ത് അവർ വിജയിക്കുകയും ചെയ്യും. ഷോപ്പിംഗ് പലപ്പോഴും പലർക്കും അഡിക്ഷനായി മാറാറുണ്ട്. വീണ്ടും വീണ്ടും വാങ്ങാനും വാങ്ങുമ്പോൾ കിട്ടുന്ന സന്തോഷം വീണ്ടും വീണ്ടും അനുഭവിക്കാനുമുള്ള ഒരു ത്വര. നമുക്ക് വേണ്ട വസ്തുക്കളും നമ്മൾ ഫലപ്രദമായി ഉപയോഗിക്കാമെന്ന് ഉറപ്പുള്ള വസ്തുക്കളും വാങ്ങുന്നതിനെ പറ്റിയല്ല. എന്ത് കണ്ടാലും അതൊക്കെ ഒന്ന് വാങ്ങി നോക്കാനുള്ള ആഗ്രഹത്തെ കുറിച്ചാണ് പറയുന്നത്. ഇതൊക്കെ പറഞ്ഞത് ഇങ്ങനെയുള്ള സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സിനെ പ്രതിക്കൂട്ടിൽ നിർത്താൻ വേണ്ടിയല്ല. അവർ ചിലപ്പോൾ ഇതിന്റെ ഒരു ബാഡ് എഫക്റ്റിനെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടാകണമെന്നില്ല. അത് അവരുടെ വരുമാന മാർഗവുമാണ്. നല്ല പണമുള്ളവർ അതൊക്കെ കണ്ട് അവരെ ഒരു രീതിയിലും സാമ്പത്തികമായി ബാധിക്കാത്ത ഇത്തരം പർച്ചേസുകൾ ചെയ്യുന്നത് ഒരു വലിയ പ്രശ്നവുമല്ല. എന്നാൽ എല്ലാവരുടെയും കാര്യം അങ്ങനെയല്ല. അപ്പൊ ഇങ്ങനെയുള്ള ചാനൽസിന്റെ വ്യൂവേഴ്സ് ഓർക്കേണ്ടത്, ആ വീഡിയോ ചെയ്യുന്നയാൾ മിക്കവാറും ആ പ്രോഡക്ട്സ് ഉപയോഗിക്കുന്നത് ആ വീഡിയോ ചെയ്യാൻ വേണ്ടി മാത്രമായിരിക്കാം. അവർക്ക് അതിന് പൈസയും കിട്ടുന്നുണ്ട്. എന്നാൽ അത് കണ്ട് നിങ്ങൾക്ക് ഒരു ആവശ്യവുമില്ലാത്ത ആ സാധനം നിങ്ങൾ വാങ്ങുമ്പോൾ നിങ്ങൾ അനാവശ്യമായി പണം കളയുകയാണ്. എല്ലാവർക്കും ഇങ്ങനെ ചിന്തിക്കാൻ സാധിക്കണമെന്നില്ല. എന്നാൽ അങ്ങനെ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് പറയുന്നത് കണ്ട് സാധനങ്ങൾ വാങ്ങി പൈസ ചിലവാക്കുന്ന ആ ടെൻഡൻസി മാറ്റാൻ എന്തെങ്കിലുമൊക്കെ ടെക്നിക്സ് ഉപയോഗിക്കുന്നത് നല്ലതായിരിക്കും. ഇതിനെക്കുറിച്ച് വായിച്ചപ്പോൾ ഞാൻ കണ്ട, ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ നമുക്ക് എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റിയ 1-2 നല്ല ടെക്നിക്സ് എന്ന് തോന്നിയത് പറയാം. നിങ്ങൾക്ക് ഇങ്ങനെ വീഡിയോ കണ്ട് വാങ്ങണമെന്ന് തോന്നിയ സാധനം അടുത്ത ആഴ്ച വാങ്ങുമെന്നങ്ങ് തീരുമാനിക്കുക. ഇതിനെ ഡിലേ ടെക്നിക് എന്നാണ് പറയുക. അങ്ങനെ തീരുമാനിക്കുന്നതിലൂടെ നിങ്ങൾ നിങ്ങളുടെ തലച്ചോറിന് അത് വാങ്ങുമെന്ന് പറഞ്ഞ് ഒരു ഹാപ്പിനെസ് കൊടുക്കുന്നുണ്ട്. എന്നാൽ ചിലപ്പോൾ 2 ദിവസം കഴിയുമ്പോൾ നിങ്ങളുടെ തലച്ചോറ് അതിനെക്കുറിച്ച് മറന്നുപോകും. അടുത്തൊരു സിമ്പിൾ ടെക്നിക്, ഇതുവരെ ഇങ്ങനെ അനാവശ്യമായി വാങ്ങിക്കൂട്ടിയ സാധനങ്ങളുടെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കുക എന്നതാണ്. ചിലപ്പോൾ അത് കണ്ട് കണ്ണു തള്ളിപ്പോയി നിങ്ങൾ തന്നെ പുതിയ സാധനങ്ങൾ വാങ്ങാതിരിക്കാൻ സാധ്യതയുണ്ട്. ഇനിയിപ്പോൾ ഇത് രണ്ടും നടക്കുന്നില്ലെങ്കിൽ വേറൊന്ന്, ഒരു ചെറിയ എമൗണ്ട് ഇങ്ങനെയുള്ള ഗിൽറ്റി പ്ലഷർ പർച്ചേസിന് വേണ്ടി മാറ്റിവെക്കുക എന്നതാണ്. എന്നാൽ ആ ഒരു എമൗണ്ടിനപ്പുറം എന്തായാലും അനാവശ്യമായി ഒന്നും വാങ്ങില്ല എന്ന് ഉറച്ച തീരുമാനമെടുക്കുക. നിങ്ങൾ ഇങ്ങനെ അമിതമായ അനാവശ്യ സാധനങ്ങൾ വാങ്ങിക്കൂട്ടുന്നവരാണോ? ആ ഒരു ഹാബിറ്റ് ബ്രേക്ക്
ടേക്ക് ചെയ്തവരാണോ? എങ്ങനെയാണ് ഇത് ചെയ്തത്? കമന്റ് ബോക്സിൽ എഴുതുമല്ലോ. നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.